2018 കാലിഫോർണിയയിൽ നടന്ന ഒരു വലിയ തീപിടുത്തം. ഒരു 10, 13,000 പേരുടെ വീട് നഷ്ടപ്പെട്ടു. ഒരു 10, 100ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു കാലിഫോർണിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തത്തിന് നടുക്കപ്പെട്ട ഒരു സ്കൂൾ ബസ് ഒരു 10, 22 പിള്ളേരുമായിട്ട് ആ ഒരു ഒരു ഇൻഫെർനോ എന്ന് പറയില്ല. ആ ഒരു ബേണിംഗ് ഹെൽ അതിന് നടുക്കപ്പെട്ട ഒരു ഒരു സ്കൂൾ ബസ്. അങ്ങനെ ആ സ്കൂൾ ബസ്സിൽ പെട്ട ആ ഒരു കുട്ടികളെ ആ ഒരു ബസ്സിന്റെ ഡ്രൈവർക്ക് രക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലെന്ന് കാണിക്കുന്ന ഒരു കഥയാണ്. ആപ്പിൾ ടിവി പ്ലസിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ള ദി ലോസ്റ്റ് ബസ്. നല്ല ത്രില്ലിംഗ് ആൻഡ് ഗ്രിപ്പിംഗ് ആയിട്ട് കാണിക്കുന്ന ഒരു പടം. അതിന്റെ ഈ ഒരു കാട്ടുതീ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല സിനിമ കാണാൻ. ഒരു സർവൈവൽ മൂഡിലുള്ളൊരു പടം. ഇതിന്റെ ട്രെയിലറൊക്കെ ഒരു ഓക്കെ ആയിരുന്നു. പക്ഷേ സിനിമ തുടങ്ങിയിട്ടും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഒരു വലിയ ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകെ പോകെ ഒരു 2 മണിക്കൂറിന് മുകളിലുണ്ട് ഈ പടം. പോകെ പോകെ മെല്ലെ മെല്ലെ ആ ബസ്സിനകത്തുള്ള കുട്ടികളായിട്ടും ഈ ഒരു ഡ്രൈവറിന്റെ ഇമോഷൻസും അതിനകത്തൊരു സ്കൂൾ ടീച്ചറുണ്ട്. ആ ഒരു ടീച്ചറിന്റെ ഇമോഷൻസും ഇവരൊക്കെ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും ആ ക്യാരക്ടേഴ്സിനോട്. സോ അവരെങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് നമുക്കൊരു ഫീൽ വരും. സോ കുറച്ചങ്ങോട്ട് പോകെ പോകെ കുറച്ച് ഇമോഷണലും അതോടൊപ്പം തന്നെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് സിനിമയിൽ ചെയ്യാൻ സാധിക്കും. ഒരുമാതിരി എക്സാഗറേറ്റ് ചെയ്ത് ഓവറാക്കി വേണമെങ്കിൽ ഇവർക്ക് തെലുങ്ക് പടങ്ങളിൽ പോലെ ബസ് മലയുടെ മോളിന്ന് ചാർജ് ആ ഒരു പരിപാടിയൊന്നുമില്ല. ഇത് റിയൽ ലൈഫിൽ നടന്ന ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. നടന്ന ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു പടം. സോ അവിടുന്ന് അവരെങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ എന്ന് ചിലപ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് തോന്നും ഇവർ പറ്റൂല, അവർ തീർന്നു എന്നുള്ളത്. സോ അങ്ങനെ ഭയങ്കര എൻഗേജിങ് ആൻഡ് ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്ന നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ദെൻ ആ ഒരു 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 ഭീകരതയുണ്ടല്ലോ ഒരു ഒരു കാട്ടുതീയിൻ്റെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2018 നടന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ മറ്റേ 2018 പടം ഉണ്ടല്ലോ, മറ്റേ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രളയത്തിന്റെ ആ ഒരു ഭീകരത കാണിച്ചു തന്നൊരു പടം. അതേപോലെ അവർക്ക് ഇവിടെ വെള്ളമാണെങ്കിൽ അവിടെ തീ. അതാണ് സെയിം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെയാണ് സംഭവം. സോ അവരാ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇന്റൻസിറ്റി അതിന്റെ ആ ഒരു റൂത്ത്ലെസ് നേച്ചർ ഉണ്ടല്ലോ. ആ ഒരു ഒരു കാട്ടുതീ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടാ എങ്ങനെ ഉണ്ടാവും നമ്മളിൽ ഒരുപക്ഷെ നമുക്ക് ഇവിടെ അത്രയ്ക്കും നമുക്ക് അഫക്റ്റ് ആവാത്തത് നമുക്ക് അറിയില്ല. പക്ഷെ അതിന്റെ ആ ഒരു ഭീകരത എന്താണെന്ന് സിനിമയിലെ പല ഫ്രെയിംസിലും ഇവർക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ തീ വരുന്ന ഒരു ഫ്ലോയും ഒരു ഒരു കാറ്റെങ്ങനെയാണ് തീ കൊണ്ടുവരിക, ഇതെങ്ങനെയാണ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുക, അതെങ്ങനെ എത്ര പെട്ടെന്ന് സ്പ്രെഡ് ആവും, ഏത് പോയിന്റിൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. ഇതില് ഈ തീ മാത്രമല്ല, അതിനിടയിൽ വരുന്ന ഈ പുകയും ബാക്കിയുള്ള ഈ മരമൊടിഞ്ഞു വീഴുന്ന അങ്ങനത്തെ മരിക്കാനുള്ള ചാൻസാണ് കൂടുതൽ രക്ഷപ്പെടാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ചിത്രീകരിക്കുക എന്ന് വളരെ നീറ്റായിട്ട് ഇതിൽ കാണിച്ചിരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അധിക സിനിമകളില്ല. ഈ നമ്മുടെ ഡ്വെയ്ൻ ജോൺസന്റെ ഒരു പടമൊക്കെ ഉണ്ട് റോക്കിന്റെ. പക്ഷെ അതിലൊക്കെ കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഭയങ്കര ഒരു ഒരു ഹീറോയ്ക്ക് എലിവേഷൻ കിട്ടുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ഒരു ട്രൂ ടു നേച്ചറായിട്ട് ഈ സിനിമയിൽ വളരെ നീറ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ചില ഫ്രെയിംസിൽ ഈ കാട്ടുതീക്കകത്തുള്ള ഒരു സീക്വൻസും തൊട്ടപ്പുറത്ത് തന്നെ പുറത്ത് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന, ഇതിനെ മോണിറ്റർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ സീക്വൻസും ബാക്ക് ടു ബാക്ക് ആയിട്ട് കാണിക്കുന്നത്. അതായത് തീക്കകത്തും പുറത്തുമായിട്ട് അപ്പം മനസ്സിലാവും നമുക്ക് അതിനകത്തുള്ള സിറ്റുവേഷൻ എന്താണെന്ന്. അതായത് ഇതിനകത്ത് രാത്രിയാണോ ഉച്ചയാണോ പകലാണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഫുൾ തീയും പുകയും മാത്രം, ഫുൾ ഇരുണ്ടിട്ട് ഫുൾ ഡാർക്കായിട്ട് ഒരു തേങ്ങയും കാണില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ശരിക്കും പെട്ട എങ്ങനെ ഉണ്ടാവും എന്നുള്ള സിനിമ നീറ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സോ ടു ദി പോയിന്റ് ആണ് ഒരു പടം. ആവശ്യമില്ലാത്ത ഒന്നിലേക്കും പോകുന്നില്ല. വേണമെങ്കിൽ ഇവർക്ക് ബാക്ക് സ്റ്റോറീസും സൈഡ് സ്റ്റോറീസൊക്കെ വെച്ച് ഫ്ലാഷ് ബാക്സും കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ കുറേ സാധനങ്ങളിലേക്ക് പോവാം. പക്ഷെ അതിലൊക്കെ ഒന്നും പോവാതെ ടു ദി പോയിന്റ് എന്താണ് ഇവർക്ക് കാണിച്ചു തരാനുള്ളത് ആ ഒരു ഇൻസിഡന്റ് കാണിച്ചു തരണം. അത് വളരെ നീറ്റായിട്ട് ഇവർ കാണിച്ചു തരുന്നുമുണ്ട്. ദെൻ നമ്മുടെ ബോൺ സീരീസ്, അതായത് ബോൺ ഐഡന്റിറ്റി, ബോൺ സൂപ്രമസി, ബോൺ ലെഗസി പോലെയുള്ള ജെയ്സൺ ബോൺ സീരീസുകൾ സിനിമകളും മൊത്തം എടുത്ത ആള്. ദെൻ ക്യാപ്റ്റൻ ഫിലിപ്സ് എന്നീ സിനിമകളിലൊക്കെ തന്നെ ഡയറക്ടറാണ്. ഈ ഒരു പോൾ ഗ്രീൻഗ്രാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആള്. അധിക പടങ്ങൾ അങ്ങനെ ചവറ് പോലെയൊന്നും എടുക്കാറില്ല. പക്ഷെ എടുക്കുന്നത് നല്ല നീറ്റായിട്ട് എടുക്കും. ഇതും അതേപോലെ നല്ലൊരു ക്വാളിറ്റിയുള്ള റൈറ്റായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ഓൾസോ ഇത് ആപ്പിൾ ടിവി പ്ലസിലൂടെ റിലീസ് ചെയ്തൊരു പടമാണ്. തിയേറ്ററിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡയറക്റ്റ് OTT റിലീസാണെന്ന് പറയാം. ആപ്പിൾ ടിവി പ്ലസിന്റെ ക്വാളിറ്റി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇതിലിറങ്ങുന്ന 99% നല്ല സാധനങ്ങളാണ്. ഒരു ഒരു ആപ്പിൾ ടിവി പ്ലസ് പ്രൊഡക്റ്റ് ഇറങ്ങുന്നു, ഇപ്പോൾ A24 ഒരു പടം ഇറങ്ങുന്നു എന്ന് പറയുന്ന പോലെയാണ്. അതൊരു മിനിമം ക്വാളിറ്റി എങ്ങനെ പോയാലും ഉണ്ടാവും. സോ അങ്ങനെ കാണാവുന്ന ഒരു ക്വാളിറ്റിയുള്ള നല്ലൊരു സർവൈവൽ ത്രില്ലറാണ് ഈ ഒരു പടം. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നമ്മുടെ മാത്യു മക്നഹയാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. മൂപ്പർ എങ്ങനെയാണ് ഇൻട്രസ്റ്റെല്ലറിൽ സ്പേസ് ഷട്ടിലും കൊണ്ട് പോയത്, അതേപോലെ തന്നെ ഇതിലൊരു ബസ് കൊണ്ടൊരു പോക്കാണ് മൂപ്പറുടെ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നല്ല ഗ്രാഫിക്സ് എല്ലാം CG എല്ലാം പ്രോപ്പറായിട്ട് വർക്കായ, ഇമോഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് കണക്ട് ആവുന്ന കുറേ നല്ല ത്രില്ലിംഗ് മൊമെന്റ്സ് നൽകുന്ന നല്ലൊരു സർവൈവൽ ത്രില്ലറാണ്. ആപ്പിൾ ടി പ്ലസിലുണ്ട്. കണ്ടു നോക്കുക. കണ്ടുവരണമെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.